നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്തേ, BJPയുടെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 3 സീറ്റ് കിട്ടി. പക്ഷേ BJPയുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രതീക്ഷ ഇതൊന്നുമായിരുന്നില്ല. 2ാം സ്ഥാനത്തെത്തിയ പല മണ്ഡലങ്ങളുമുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്ന ചില വാർത്ത തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ നമുക്ക് മനസ്സിലായതാണ്. പക്ഷേ എങ്കിലും അന്ന് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഒരു തരത്തിലുള്ള വിവാദങ്ങളും ഉണ്ടാക്കരുത് എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിവാദങ്ങളിലൂടെ ആക്രമിക്കേണ്ട എന്ന നമ്മുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മിണ്ടാതിരുന്നതാണ്. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല BJPയുടെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന മണ്ഡലങ്ങളിലൊക്കെ PR ചെയ്തിരുന്നത് എന്നും സംഘപരിവാറിനെ കടുത്തു വിമർശിച്ചിരുന്ന ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു എന്നുള്ളതാണ്. ആ മാധ്യമ പ്രവർത്തക PR പ്രവർത്തനത്തിലൂടെ BJPയെ പറ്റിച്ചെന്ന് തന്നെ പറയാൻ പറ്റും, കോടികൾ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് പ്രശാന്തിന് പറയാനുള്ളത്? വളരെ പരിതാപകരമായ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇതിപ്പോ. എനിക്ക് തോന്നുന്നു പല ഓൺലൈനുകളിലും പല യൂട്യൂബ് ചാനലുകളിലും ഒക്കെ ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് BJPയുടെ PR വർക്ക് ഒരു 18ഓളം മണ്ഡലങ്ങളിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഏതാണ്ട് 18 മണ്ഡലങ്ങളിൽ 20നോടടുത്ത് മണ്ഡലങ്ങളിൽ പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികയായ മാധ്യമ പ്രവർത്തകയ്ക്ക് കൈമാറി. അവരാണ് ഈ മണ്ഡലങ്ങളിലെല്ലാം BJPയുടെ സ്ട്രാറ്റജി നിശ്ചയിച്ചത്, BJPക്ക് വേണ്ടി പ്രചാരണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തത്, അത് നടപ്പാക്കിയത് ഒക്കെ അവരാണ്. അതിന്റെ ഫലവും ഉണ്ടായി. അതെ, പല മണ്ഡലങ്ങളിലും സാധാരണ സ്ഥാനാർത്ഥികൾ പ്രതീക്ഷിച്ചതിന്റെ 7 അയലത്ത് പോലും എത്താൻ സാധിക്കാത്ത തരത്തിലുള്ള സ്ട്രാറ്റജി ആയിരുന്നു. അതെ, പരാജയം ഉറപ്പിച്ച മണ്ഡലങ്ങളുണ്ട്. അതെ, തൃശ്ശൂർ പോലെയുള്ള മണ്ഡലങ്ങൾ, തൃശ്ശൂർ, കരുനാഗപ്പള്ളി വളരെ കുറച്ച് വോട്ടുകൂടൊക്കെ കിട്ടാവുന്ന ഒരു മണ്ഡലമായിരുന്നു. അതെ, കാസർഗോഡ് ഒരു 40,000-നടുത്ത് വോട്ട് കിട്ടാവുന്ന കാസർഗോഡ്, കരുനാഗപ്പള്ളി. ഒരു വേള കാട്ടാക്കട ഇടയ്ക്ക് വിജയത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞ മണ്ഡലമാണ്. ഇവിടെയൊക്കെ PR ചെയ്തത് ഈ കാട്ടാക്കടയിൽ കഴിഞ്ഞ 4 ടേമുകളായിട്ട് 38,000-ൽ ഇങ്ങനെ താളം കളി തുള്ളി നിൽക്കുകയാണ്. ഇരിക്കട്ടെ. അപ്പോൾ പക്ഷെ അതിലൊരു കാര്യം പറയാതിരിക്കാൻ കഴിയും, അതും കൂടി ഒന്ന് പറഞ്ഞോട്ടെ പ്രശാന്ത്. ഞാൻ മനസ്സിലാക്കുന്നത് ശോഭാ സുരേന്ദ്രനെ ഇവർ കണ്ടിരുന്നു എന്നാണ് PR-ന് വേണ്ടി. ശോഭാ സുരേന്ദ്രൻ നടക്കില്ല, നിങ്ങളുടെ പണി നോക്കിക്കോളൂ, എനിക്ക് ഞങ്ങളുടെ ആരുടെങ്കിലും വളരെ അന്തസ്സായിട്ട് ഞങ്ങളുമായി ബന്ധപ്പെടുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം, അല്ലാതെ നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞ ഒരാൾ ശോഭാ സുരേന്ദ്രൻ മാത്രമായിരിക്കുമോ? കെ സുരേന്ദ്രനും വി മുരളീധരനും അവിടെ ചെന്ന് കാണുമായിരിക്കും, ഒഴിവാക്കി കാണുമായിരിക്കും. എല്ലായിടത്തും ചെന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശോഭയുടെ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം, കാരണം ഞാൻ ഈ വിഷയം പുറത്തു വന്ന സമയത്ത് അടിമുടി BJP-കാരിയാണ്. അവർ സംഘപരിവാറിൽ കൂടെ വളർന്നു വന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അവരത് ചെയ്യില്ല എന്ന് നമുക്ക് ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോ ഈ അപർണാസൻ എന്ന ഈ അപർണാസൻ എന്ന മാധ്യമ പ്രവർത്തകയെ കുറിച്ചാണ് ഇപ്പോൾ ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത്. ഇത് നമ്മളല്ല ഇതിനെക്കുറിച്ച് പറയുന്നത്, ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ യൂട്യൂബുകളിൽ വന്ന വാർത്ത. ഈ വിഷയം ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്, യാഥാർത്ഥ്യമാണ്. അല്ല, BJP നേതൃത്വം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണം. എൻ്റെ ഒന്നാമത്തെ ചോദ്യം, BJP നേതൃത്വം അറിയാതെ സ്ഥാനാർത്ഥികൾക്ക് ഇങ്ങനെ ഈ മാധ്യമ പ്രവർത്തകയ്ക്ക് PR വർക്ക് കൊടുക്കാൻ കഴിയില്ല. അല്ല, ചില കോഴിക്കോട് നിന്നുള്ള ഒരു നേതാവിന്റെ പേര് ചില മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ കൂടി BJP നേതൃത്വം അറിയാതെ, സംസ്ഥാന നേതൃത്വം അറിയാതെ ഇതെങ്ങനെ? അതെ, സംസ്ഥാന നേതൃത്വം ഓർഗനൈസിംഗ് സെക്രട്ടറി അറിയാതെ ഒന്നും അവിടെ ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഒന്നാമത്തെ കാര്യം, ഈ വിഷയത്തിൽ വ്യക്തത വരുത്തേണ്ടത് BJP സംസ്ഥാന നേതൃത്വമാണ്. തീർച്ചയായിട്ടും സംസ്ഥാന അധ്യക്ഷൻ ഇത് പരിശോധിച്ച്, ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന് കേരളം അത്ര പരിചിതമല്ല. അദ്ദേഹത്തിന്റെ തട്ടകം ഡൽഹി ആയിരുന്നു, ബാംഗ്ലൂർ ആയിരുന്നു. അദ്ദേഹം ഇവിടെ മലയാളത്തിൽ ഒരു ചാനൽ നടത്തുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഈ കേരളത്തിലെ BJPയുടെ രാഷ്ട്രീയ അന്തരീക്ഷം എന്താണെന്ന് അദ്ദേഹത്തിന് അത്ര പരിചിതമല്ല. അദ്ദേഹം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇവിടെ മത്സരിക്കാൻ. യഥാർത്ഥത്തിൽ കേരളത്തിലെ അദ്ദേഹത്തിന്റെ ഇതെന്ന് പറയുന്നത് 2025 അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായിട്ട് വന്നപ്പോൾ തൊട്ടാണ് അദ്ദേഹം കേരളത്തിൽ കാര്യമായിട്ട് പ്രവർത്തിച്ചു. ഒരു കാര്യമുണ്ട് കേട്ടോ, അദ്ദേഹം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, അദ്ദേഹം കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അദ്ദേഹത്തെ വളരെ ഭംഗിയായ രീതിയിൽ സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിച്ചതടക്കം ജില്ലാ ഭാരവാഹികളെ നിശ്ചയിച്ചടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിനെ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഒരു വിഭാഗത്തെ, പ്രത്യേകിച്ച് ഒരു പ്രശ്നമുണ്ടായി, കേരളത്തിലെ ജനങ്ങളെല്ലാം കൂടി സുരേന്ദ്രനെ ആക്രമിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതിന് ചില ഓൺലൈൻ മാധ്യമങ്ങൾ നല്ല പങ്കുവച്ചിട്ടുണ്ട്. KJP എന്ന വിളി പോലും അന്നുണ്ടാക്കിയതാണ്, KJP എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലായിരുന്നു വരവ് എന്നുള്ളത് കൊണ്ട് തന്നെ കെ സുരേന്ദ്രൻ വിഭാഗത്തെ ഒരുപക്ഷെ
പ്രബലമായ വിഭാഗമായിരുന്നു. കെ സുരേന്ദ്രൻ വിഭാഗത്തെ മറ്റുള്ള ആൾക്കാരെയും ഒക്കെ അടിച്ചൊതുക്കി പഴയ നേതാക്കന്മാരെയൊക്കെ ആരും ചിത്രത്തിലില്ലാത്ത തരത്തിൽ ഇപ്പോഴെടുത്തിട്ടുള്ള ചില സംസ്ഥാന നേതൃത്വം എടുത്തിട്ടുള്ള ജില്ലാ നേതൃത്വങ്ങൾ, സംസ്ഥാന നേതൃത്വങ്ങൾ, മണ്ഡല നേതൃത്വങ്ങൾ എടുത്തിട്ടുള്ള ഭാരവാഹികളൊന്നും അതിന് യോഗ്യരല്ല. പലരും അതിന് യോഗ്യരല്ലാത്തവരാണ്. അത്തരത്തിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഈ ചുറ്റുവട്ടത്ത് നിൽക്കുന്നത്. ഒരു പക്ഷേ അത് മാറ്റി കുറച്ചുകൂടി കഴിവും കാര്യപ്രാപ്തിയുമുള്ളവരെ ഈ സംഘടനാ ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നുമാകുമായിരുന്നില്ല ചിത്രം. BJP പ്രതീക്ഷിച്ച 10-ലധികമോ 20-ലേക്കോ പോലും എത്താനുള്ള സാഹചര്യം, ഈ സിറ്റുവേഷൻ, ആ സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നതാണ്. അത് ഇല്ലാതാക്കി ഈ 3 എന്ന സംഖ്യയിലേക്ക് എത്തിച്ചത് ഇത്തരത്തിലുള്ള ചില പിടിപ്പുകേടാണെന്ന് പറയാതിരിക്കാൻ കഴിയും. 3-ൽ ഒതുക്കി തന്നെ പറയാൻ കഴിയും. അപ്പോൾ എന്തായാലും ഈ ഇവിടെ നമ്മുടെ വിഷയം സ്ഥാനാർത്ഥി നിർണ്ണയം പോലും അങ്ങനെയായിരുന്നു എന്നുള്ളത്. ഏലത്തൂരിലെ സ്ഥാനാർത്ഥി സംസ്ഥാന വക്താവിനെ മാറ്റി, അവിടെ നേരത്തെ മത്സരിച്ചിരുന്ന സംസ്ഥാന വക്താവിനെ മാറ്റി അദ്ദേഹത്തിന് നല്ല സ്വാധീനമുള്ള ഹിന്ദു മേഖലയായ A ക്ലാസ് മണ്ഡലത്തിൽ ഒരു അധ്യാപകൻ, അവിടുത്തെ BJP-ക്കാർക്ക് പോലും അറിയില്ല, ഒരു അധ്യാപകനായിരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വരുന്നു, പെട്ടെന്ന് സ്ഥാനാർത്ഥിയാകുന്നു, ജില്ലാ പ്രസിഡന്റ് ആകുന്നു, സ്ഥാനാർത്ഥിയാകുന്നു. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ചെങ്ങന്നൂരിൽ 500 വോട്ട് കുറഞ്ഞു. ചെങ്ങന്നൂരിൽ 45,000 വോട്ട് വരെ പിടിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണയായി. അത് കെ സുരേന്ദ്രന്റെ കാലത്ത് അത് തന്നെയാണ് സംഭവിച്ചത് ചെങ്ങന്നൂരിൽ. കാരണം അന്ന് കെ സുരേന്ദ്രന്റെ ആളായിരുന്നു ഈ ചെങ്ങന്നൂരെ സ്ഥാനാർത്ഥി. അതിനുശേഷം ഇപ്പോൾ മറ്റേ അടുത്ത ആൾ വന്നപ്പോൾ അവരുടെ ആളായി മാറി. അതുകൊണ്ട് ഞാൻ അതിന് തൊട്ടടുത്ത മണ്ഡലമാണ് ഹരിപ്പാട് മണ്ഡലത്തിൽ 17,000 വോട്ടുണ്ടായിരുന്നത്. രമേശ് ചെന്നിത്തലയെ പോലെ ഒരാൾ അവിടെ മത്സരിച്ചപ്പോൾ പോലും അവിടെ 31,000 വോട്ടാക്കാൻ സന്ദീപ് വാചസ്പതിക്ക് കഴിഞ്ഞു. എന്നാൽ ചെങ്ങന്നൂരിൽ 30,000 വോട്ട്, 45,000 വോട്ടിൽ നിന്ന് 30,000 വോട്ടിലേക്ക് കൂപ്പ് കുത്തിപ്പിച്ചു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പായി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പായി ഗോപകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ മത്സരിപ്പിച്ചപ്പോഴുണ്ടായ മാറ്റമാണ്. 15,000 വോട്ടോളം കുറഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് ഇതിൽ നിന്നൊക്കെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലും ഒക്കെ പറ്റിയിട്ടുണ്ട്. ഇനി രാജീവ് ചന്ദ്രശേഖർ അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോയാൽ വരും കാലങ്ങളിൽ വിജയത്തിലേക്ക് എത്താനുള്ള അവിടെയാണ് വിഷയം. ഇപ്പോ നമ്മൾ സംസാരിച്ചു വന്നത് ഈ PR വർക്കിനെ കുറിച്ചാണ്. ഈ PR വർക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് നൽകാൻ ആരാണ് ചരട് വലിച്ചത്? ഇവരെ അറിയില്ല എന്ന വാദം ഒരിക്കലും നിൽക്കില്ല പ്രശാന്ത്. കാരണം ഇവരെല്ലാം ചർച്ചയ്ക്ക് പോകുമ്പോൾ ഈ റിപ്പോർട്ടർ ചാനൽ ഒരു കാലത്ത് വേറെ ഒരു ആങ്കർമാരും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന ആങ്കർ തന്നെയാണ് എല്ലാ പണിയും എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പലരുമായും വളരെ അടുത്ത ബന്ധമുള്ള അവർ തന്നെ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, പല നേതാക്കന്മാരുമായി, നമ്മുടെ BJP-യുടെ പല നേതാക്കന്മാരുമായി അടുത്തു ബന്ധമുള്ള ആളാണ് ഈ അപർണ എന്ന് എനിക്കറിയാം. അതുവഴി തന്നെയാണ് അപർണ കയറി വന്നിട്ടുള്ളതും. പക്ഷേ അതിനൊരു മാർഗമായി ഉപയോഗിച്ച് ചാനൽ ചർച്ചയ്ക്ക് വരുന്ന ഒരാളെ ആയിരുന്നു എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എങ്കിലും ഈ ആളിന്, ഈ മാധ്യമ പ്രവർത്തകയെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഇവരുടെ പശ്ചാത്തലം അറിയില്ലായിരുന്നു എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് വളരെ ഏറ്റവും വലിയ കള്ളത്തരമാണെന്നുള്ളത് വ്യക്തമാണ്. കാരണം ഈ മാധ്യമ പ്രവർത്തക, ഞാൻ മനസ്സിലാക്കുന്നത്, റിപ്പോർട്ടർ TV-യിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവർ ഒരു പ്രമുഖ ഇടതുപക്ഷ CPM നേതാവിന്റെ സഹായത്തോടു കൂടിയാണ് PR കമ്പനി തുടങ്ങിയത് തന്നെ. അതെ, ഈ PR കമ്പനി ആരുടേതാണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ കേരളത്തിൽ പലപ്പോഴും പല ആക്ഷേപങ്ങളും, ഇപ്പോൾ നരേന്ദ്രമോദി, അമിത്ഷാ തുടങ്ങിയവരൊക്കെ വന്നിട്ട് പോകുമ്പോൾ, ഇലക്ഷൻ പ്രചാരണത്തിന് വന്നിട്ട് പോകുമ്പോൾ PR വർക്കുകൾ ഏൽപ്പിക്കുന്നത് ആരെയാണ്, ഏത് കമ്പനിക്കാണ് PR വർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ് BJP. അതിനെക്കുറിച്ചൊക്കെ മുമ്പ് തന്നെ, അതായത് 2021-ലും 2016-ലും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ വലിയ ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരു ചില നേതാക്കളാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. ഇത് പലപ്പോഴും സാമ്പത്തിക താല്പര്യമാണ്. കാരണം ഇങ്ങനെ ഒരാൾക്ക് കൊടുക്കുക തീർച്ചയായിട്ടും ആ നേതാക്കന്മാരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമോ. ഈ 2019-ലും 2024-ലും ഒക്കെ ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ PR വർക്കുകൾ ഏൽപ്പിക്കുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് ചിലരുടെ കയ്യിലാണ് അത് നിൽക്കുന്നത്. പലപ്പോഴും BJP സംസ്ഥാന നേതൃത്വത്തിന് പോലും അക്കാര്യത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ ആ ഒരു ബഹളത്തിനിടയിൽ അത് നിയന്ത്രിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇത് വളരെ കൃത്യമായി പറഞ്ഞാൽ ചില നേതാക്കളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങളാണ് ഇത്തരത്തിൽ. നിങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, എനിക്കും പ്രശാന്തനും PR കമ്പനി ഇല്ല. ഇതിന്റെ താഴെ ഞങ്ങൾ ഇത് പറയുമ്പോൾ ഇതിന്റെ താഴെ വന്നിട്ട് ഞങ്ങൾക്ക് കിട്ടാത്തതിന്റെ കുശുമ്പാണ്, കുന്നായ്മയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നതെന്ന് പറയണ്ട. ഞങ്ങൾക്ക് രണ്ടിനും PR കമ്പനി ഇല്ല. ഞങ്ങൾ 2 മാധ്യമ പ്രവർത്തകർ തന്നെയാണ്. ജീവിതാവസാനം വരെ ജീവിക്കാൻ വേണ്ടി മാധ്യമ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി, മാധ്യമ പ്രവർത്തനത്തോടുള്ള താല്പര്യം കൊണ്ടും ആ എത്തിക്സ് നിലനിർത്തിക്കൊണ്ട് ജോലി ചെയ്യുന്ന 2 മാധ്യമ പ്രവർത്തകരാണ് ഞങ്ങൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് അത്തരത്തിലുള്ള കമന്റുകൾ സംഘപരിവാർ ഇടങ്ങളിൽ നിന്ന് ഉണ്ടാവരുത്. കാരണം ഞങ്ങൾക്ക് PR ഏജൻസി ഇല്ല. അല്ല, ഒന്ന് വ്യക്തമാക്കിയ കാര്യം. പറയാൻ പോകുന്ന ആദ്യത്തെ സാധനം അതാണ്. ആരെക്കുറിച്ച്, ഇപ്പൊ സ്ത്രീകളെ കുറിച്ച് ഒരു സ്ത്രീ, ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സ്ത്രീയെ കുറിച്ചോ ഇത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആദ്യം പറയുന്നത് കുശുമ്പാണെന്നാണ്. അപ്പോൾ പുരുഷൻ ഇത് ബാധകമല്ലേ? പുരുഷൻ മറ്റൊരു പുരുഷനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് രാഷ്ട്രീയ വിമർശനമാകാം. സ്ത്രീക്ക് സ്ത്രീയെ കുറിച്ച് രാഷ്ട്രീയ വിമർശനം പറഞ്ഞാൽ ആദ്യം പറയുന്നത് കുശുമ്പാണ് എന്നുള്ളതാണ്. അതൊക്കെ നമ്മുടെ ഈ കേരളത്തിലെ ഈ സൈബർ ഇടങ്ങളിലെ ചില
എന്താ പറയാ ഒരു പ്രഖ്യാപിത നയമാണ്. സ്ത്രീയെ കുറിച്ച് പറഞ്ഞാൽ അപ്പൊ പറയും. അതുകൊണ്ട് ഇനിയിപ്പോ അപർണയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പേടിയുണ്ട്, കുശുമാണെന്ന് പറയാനുള്ള. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അല്ല, അങ്ങനൊന്നും ഭയപ്പെടണ്ട. കാരണം വാർത്തയാണ്. അതില് നമ്മൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും അസത്യം ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കും, അതിനെ വിമർശിക്കും, നമുക്കത് നിങ്ങൾ പറയൂ, ബിജെപിക്കാർ പറയൂ ഞങ്ങൾ അങ്ങനെ ഒരു PR കൊടുത്തിട്ടില്ല, അപർണ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകയ്ക്ക് അങ്ങനെ ഒരു PR ഞങ്ങൾ കൊടുത്തിട്ടില്ല, ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് BJP നേതാക്കൾ പറയട്ടെ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അതിന്റെ തെളിവുകളും ബാക്കിയുള്ള കാര്യങ്ങളും ഞങ്ങളും പുറത്തുവിടാൻ തയ്യാറാണ്. അതെ, എന്തായാലും ഇത് ഈ BJP നേതൃത്വം, ഇത് സംസ്ഥാന നേതൃത്വം മാത്രമല്ല കേന്ദ്ര നേതൃത്വവും അതുപോലെ തന്നെ സംഘപരിവാറിലെ ഉത്തരവാദപ്പെട്ട സംഘടനകളും ഒക്കെ ഇത് പരിശോധിക്കേണ്ടതാണ്. കാരണം ഇങ്ങനെ ഇത് ഇത്ര ദയനീയമായിട്ട് BJPക്ക് PR വർക്ക് ചെയ്യാൻ ഇങ്ങനെയുള്ളവർ ഏജൻസി ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും പഴയ BJP പ്രവർത്തകനായിരുന്ന തന്നെ ചില ആൾക്കാർ, ബാംഗ്ലൂരിലൊക്കെ ഏജൻസി നടത്തുന്ന ചില ആൾക്കാർ ഈ BJP നേതൃത്വവുമായി ബന്ധപ്പെട്ടിരുന്നു. ഏജൻസികളിൽ നിന്നുള്ള ആൾക്കാർ പല വിവരങ്ങൾക്കും നമ്മളെ എന്നെയും കണ്ട് സംസാരിച്ചു. അതില് നമ്മൾ പണം വാങ്ങിക്കൊണ്ടോ മറ്റേതെങ്കിലും പാരിതോഷികങ്ങൾ സ്വീകരിച്ചോ ഒന്നുമല്ല, അഭിപ്രായം ചോദിക്കാൻ വിളിക്കുന്നതിന്റെ പേരിൽ പിന്നെ ഇപ്പോ നേമത്തെ സ്ഥിതി എങ്ങനെയുണ്ട്, തിരുവനന്തപുരം എങ്ങനെയുണ്ട്, അതുപോലെ വട്ടിയൂർക്കാവ് എങ്ങനെയുണ്ട്, അപ്പോൾ നമ്മൾ അവിടുത്തെ അപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ എന്താണ്, സാഹചര്യം എന്താണ്, ഈ ഇടത് വലത് മുന്നണികളുടെ സ്ട്രാറ്റജി എന്താണ്, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ അത് വളരെ കൃത്യമായിട്ട് അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇരിക്കട്ടെ, അപ്പോൾ അതൊക്കെ BJP കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന PR വർക്കുകളാണ്. ഇതങ്ങനെയല്ല. ഇതെന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇതുപോലെ തൃശ്ശൂർ മാത്രം 50 ലക്ഷം രൂപ എന്നാണ്. അല്ല, തുകയൊക്കെ കോടികളാണ് അവർ ഉണ്ടാക്കിയത്. തുകയുടെ കാര്യത്തിലല്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ BJP കേരളത്തിൽ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികയായ ഒരു വലിയ സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ സഹായത്തോടു കൂടി PR കമ്പനി ആരംഭിച്ച ഒരു വനിതയ്ക്ക് ഈ PR വർക്ക് കൊടുത്തു. ഏതെങ്കിലും ഒരു ബലിദാനിയോട് അല്പമെങ്കിലും കേരളത്തിൽ BJPക്കാരെ RSSകാരെ വാളിനിരയാക്കിയത്, കൊലക്കത്തിക്കിരയാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സുഡാപ്പികളാണ്, പോപ്പുലർ ഫ്രണ്ടുകാരാണ്, NDFകാരാണ്. ഈ കോൺഗ്രസ് BJP സംഘർഷം വളരെ കുറവാണ്. സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കോൺഗ്രസ് സംഘപരിവാർ സംഘർഷം പക്ഷെ താരതമ്യേന കുറവാണ്. ഏറ്റവും കൂടുതൽ BJPയും സംഘപരിവാർ പ്രസ്ഥാനത്തെയും ദ്രോഹിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. പിന്നെ ഈ പറഞ്ഞ PFIയും അതുപോലെ സുഡാപ്പികളുമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവരുമായിട്ട് സഹകരിക്കുന്ന ആൾക്കാരോട് BJP സഹകരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ പക്ഷം ബലിദാനികളുടെ ആത്മാവിനോട് ചെയ്യുന്ന കൊടിയ വഞ്ചനയാണ്, പാപമാണ്. ആ കുടുംബത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നെറുകേടാണ്, മാപ്പർഹിക്കാത്ത കുറ്റമാണ്. ആരാണെങ്കിലും ഏത് BJP നേതാവാണെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന് ആരെങ്കിലും പരാതി കൊടുത്താൽ ഇതിൽ ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടോ അവർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നടപടി എടുക്കണം. കാരണം BJPയുടെ സ്ട്രാറ്റജി ആലോചിച്ചു, ഒരു സ്ഥാനാർത്ഥിയെ അപായപ്പെടുത്താൻ പോലും കഴിയും എന്നുള്ള അവസ്ഥയിലാണുള്ളത് കാര്യങ്ങൾ. കാരണം ഇപ്പൊ പണം കിട്ടിയതുകൊണ്ട് ഒരു പക്ഷേ അപായപ്പെടുത്തിയില്ലെങ്കിൽ, അത് മാത്രമല്ല MV നികേഷ് കുമാർ വിളിച്ച് ഈ മഹദിയോട് ചോദിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ PR എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. കാര്യമൊക്കെ പറഞ്ഞാൽ എത്ര ഗതികേടിൽ നിന്നപ്പോൾ MV നികേഷ് കുമാർ ഒന്നും നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ അപ്പോൾ പറഞ്ഞത് ഞാൻ അവരുടെ രഹസ്യങ്ങൾ ചോർത്താൻ അവിടെ പോയി നിൽക്കുകയാണെന്ന് പറഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണോ അല്ലയോ എന്ന് വ്യക്തമാക്കേണ്ടതിൽ BJP നേതൃത്വത്തിന് ഒരു പങ്കുണ്ട്. അവരത് PR ചെയ്തു എന്നുള്ളത് വാർത്ത ശരിയാണ്. BJPക്കാർക്ക് അറിയില്ല എന്ന് പറയാൻ കഴിയില്ല, അവർക്കറിയാം എന്നുള്ളതിന് വ്യക്തതയുണ്ട്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. കേരളത്തിൽ ഇത്രയും സംഘപരിവാർ വിരോധം, ശശികല ടീച്ചറിനെ, അതായത് ആലോചിച്ച് നോക്കണം, ചരിത്രാധ്യാപിക MAയും BEഡും കഴിഞ്ഞ് ചരിത്രാധ്യാപികയായ ശശികല ടീച്ചറിനെ ഞാൻ ശശികല എന്നേ വിളിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ശശികല എന്ന് വിളിക്കാൻ തയ്യൽ ടീച്ചറിനെ ടീച്ചർ എന്ന് വിളിക്കാം, പിന്നെ PT മാഷിനെ സാറെന്ന് വിളിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷെ KP ശശികലയെ ശശികല ടീച്ചർ എന്ന് മാത്രമേ ഞാൻ വിളിക്കുകയുള്ളൂ, ശശികല ടീച്ചറിനെ KP ശശികല എന്ന് മാത്രമേ ഞാൻ വിളിക്കുകയുള്ളൂ എന്ന് മാധ്യമങ്ങളിലൂടെ പറഞ്ഞ വനിതയാണവർ. അത്രയധികം സംഘപരിവാർ വിരോധം വമിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് BJP ഇതിനൊക്കെ ഈ ചോദ്യങ്ങൾക്ക്, ഈ ഉയരുന്ന ചോദ്യങ്ങൾക്ക് മിനിമം ഞാൻ ചോദിക്കട്ടെ, മിനിമം ഇപ്പൊ ഞാൻ ഇടതുപക്ഷ അനുഭാവിയല്ല, കോൺഗ്രസ് അനുഭാവിയല്ല, പക്ഷെ ഞാൻ ഒരു നേതാക്കന്മാരെയും ചീത്ത വിളിച്ചിട്ടില്ല. അവരുടെ രാഷ്ട്രീയമാണെന്ന ബോധ്യം എനിക്കുണ്ട്. ഞാനൊരു മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള
കടുത്ത പരാമർശങ്ങൾ നടത്തിയിട്ടില്ല. അത് നമുക്കറിയാത്തതുകൊണ്ടല്ല. ഏറ്റവും നന്നായി അവർ പറയുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി പറയാനും വിശദമായി ഓരോ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് പറയാനും അറിയുന്ന ആളാണ് ഞാൻ. പക്ഷെ എൻ്റെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അതൊരു മാധ്യമ പ്രവർത്തനം എന്നതിന്റെ എത്തിക്സ് നിലനിർത്തിക്കൊണ്ട് പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താത്തത്. നമുക്കറിയാത്തതുകൊണ്ടല്ലോ. നമ്മൾ ഇത്തരം പരാമർശങ്ങൾ നടത്താറില്ലുണ്ടോ? പ്രശാന്ത് നടത്താറുണ്ടോ? ഇല്ല. ഞങ്ങളെല്ലാം ഒരു മിഡിൽ പാത്തിലൂടെയാണ് മാധ്യമ പ്രവർത്തകരെ കാണുന്നത്. നമ്മുടെ വാർത്തകളോട് നീതി പുലർത്തണം. അതാണ് അതിന്റെ കാര്യം. വാർത്തകളോട് സത്യസന്ധത കാണിക്കണം. വാർത്തകൾ സുതാര്യമായിരിക്കണം. വസ്തുതകളെ വസ്തുതകളായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കണം. നമ്മൾ ജോലി ചെയ്യുന്നത് ഏത് മാധ്യമ സ്ഥാപനത്തിലും ആകട്ടെ, ആ സ്ഥാപനത്തിന് ഒരു പോളിസി ഉണ്ട്. ആ പോളിസി അനുസരിച്ച് നമ്മൾ ജോലി ചെയ്യണം. പക്ഷെ അതിന്റെ പേരിൽ വ്യാജ വാർത്ത കൊടുക്കുക. ഒരിക്കലും ഞാൻ അദ്ദേഹം നല്ലാതെ ഈ പിണറായി വിജയനാകട്ടെ, രമേശ് ചെന്നിത്തല ആകട്ടെ, രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ, കെ സുരേന്ദ്രനോ, വി മുരളീധരനോ, കോടിയേരി ബാലകൃഷ്ണനോ, വി ഡി സതീശനോ ആരുമാകട്ടെ, മുസ്ലിം ലീഗിന്റെ പി കെ കുഞ്ഞാലിക്കുട്ടി, അതുപോലെയുള്ള മുതിർന്ന നേതാക്കൾ, ഏത് കേരള കോൺഗ്രസിന്റെ ഇപ്പോഴും നമ്മൾ കെ എം മാണി എന്നല്ല പറയുന്നത്, മാണി സാർ എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതൊക്കെ മാധ്യമ പ്രവർത്തകരും ആ കാര്യത്തിലൊക്കെ ചില അച്ചടക്കം പാലിക്കേണ്ടത്. ഇത് അങ്ങനെയായിരുന്നു. ഭരണഘടന അപകടത്തിലാണെന്ന് വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഭരണഘടന അപകടത്തിലാണെന്ന് പറഞ്ഞ ഒരേ ഒരാളാണ്. രാഹുൽ ഗാന്ധിയുടെ ഭരണഘടന എത്ര പ്രാവശ്യം അത് മാത്രമല്ല എത്ര തവണ ഭരണഘടന ഭേദഗതി ചെയ്തവരാണ് ഭരണഘടന അപകടം. അത് മാത്രമല്ല, എത്ര തവണ സുപ്രീം കോടതിയിൽ അടക്കം പോയി മാപ്പ് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, സവർക്കർ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഇക്കൂട്ടർ എത്ര തവണ ഇവരുടെ നേതാവ് എവിടെയെല്ലാം ആരുടെയൊക്കെ മുന്നിൽ ഖേദം പ്രകടിപ്പിക്കലാണ്, മറ്റത് മാപ്പ് പറച്ചില്ല. അപ്പോൾ ഇതെല്ലാം മറന്നുകൊണ്ട്, ഇതിനെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് BJP നേതൃത്വം ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടിയ അപരാധമാണ്, ഒരു സംശയവുമില്ല. നിങ്ങൾ BJP അണികളോടും പ്രവർത്തകരോടും ബലിദാനികളോടും, ഇപ്പോഴും ജീവിക്കുന്ന ബലിദാനികളുണ്ട് BJPക്ക്, അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികേടാണ്, നെറികേടാണ്, അവരെ അപമാനിക്കലാണ്, അവരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പലാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് BJP നേതൃത്വം തീർച്ചയായിട്ടും ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയും ആരാണോ കുറ്റക്കാർ അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും വേണം. അത് എത്ര ഉന്നതനായ നേതാവാണെങ്കിലും ശരി, ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ BJPയുടെ PR വർക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി നിലകൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് സഹയാത്രികയായ ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് അതിൻ്റെ PR വർക്ക് കൊടുത്തെങ്കിൽ അത് അക്ഷന്തവ്യമാണ്, ഗുരുതരമാണ്, കൊടിയ പാപമാണ്. കുറച്ച് പൈസ കൊടുത്ത് വാർത്ത ഏൽപ്പിച്ചാൽ പോലും ഞാനത് പറയില്ലായിരുന്നു. PR എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന, സ്ഥാനാർത്ഥിയോടൊപ്പം സഞ്ചരിക്കുന്ന മണ്ഡലത്തിൽ എന്തുകൊണ്ട് BJPക്ക് ഈ 3 സീറ്റിൽ ഒതുങ്ങി എന്ന ഉത്തരം കൂടിയാണ്, ഉത്തരം പറയേണ്ടി വരും. അതെ, തീർച്ചയായും. ഈ രണ്ടാം മണ്ഡലങ്ങളിലെല്ലാമാണ് ഈ കാസർഗോഡ്, തൃശ്ശൂര് അടക്കമുള്ള മണ്ഡലങ്ങളുടെ പരാജയത്തിന്റെ കാരണം വ്യക്തമാക്കണം. തീർച്ചയായിട്ടും അത് വളരെയധികം ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ കാസർഗോഡിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയല്ലോ മുസ്ലിം ഏകീകരണം ഉണ്ടായി എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ഇടതുപക്ഷത്തിന് വേണ്ടി PR എടുത്ത ആളാണ് ഈ അപർണ. അപ്പോൾ കാസർഗോഡ് എളുപ്പമായിരുന്നു ഒരു പക്ഷേ വോട്ട് മറിക്കാനോ അല്ലെങ്കിൽ BJPയുടെ സ്ട്രാറ്റജി തീരുമാനിക്കുന്ന സ്ഥലങ്ങളിൽ കടന്നു കയറുന്നതുകൊണ്ട് കാസർഗോഡ് എളുപ്പമായിരുന്നു വോട്ട് മറിക്കാനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ചെറുതല്ല. BJP നേതൃത്വം ഇതിന് മറുപടി പറയണം. ഇതിന് ഒഴിഞ്ഞുമാറലല്ല. ഒഴിഞ്ഞുമാറിയാൽ BJP നേതൃത്വം, എനിക്ക് ഏറ്റവും ഒടുവിലായി പറയാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് CPMന്റെ തകർച്ച നിങ്ങൾക്ക് പാഠമാണ്. CPMന്റെ തകർച്ച നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. അമ്പലപ്പുഴ, പയ്യന്നൂര്, അതുപോലെ തന്നെ തളിപ്പറമ്പ്, കൊട്ടാരക്കര തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് വിമതർ മുന്നോട്ട് വന്നു മത്സരിക്കാൻ? പാർട്ടിയുടെ കേഡർ സംവിധാനത്തെ തകർത്തുകൊണ്ട്, പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അണികളും പാർട്ടി പ്രവർത്തകരും പാർട്ടി അംഗങ്ങളും എന്തുകൊണ്ട് വിമതർക്ക് വോട്ട് ചെയ്തു? ഈ നേരം വരെ BJPക്ക് അത് സംഭവിച്ചിട്ടില്ല. 1-2 പേരെ നിങ്ങൾക്ക് മാറ്റി നിർത്താം, പക്ഷേ ഒരു സംവിധാനം കംപ്ലീറ്റ് എതിരായി വന്നാൽ നിങ്ങൾ അനുഭവിക്കുന്നത് വലിയ പ്രതിസന്ധിയായിരിക്കും. BJP നേതൃത്വത്തെ മാത്രമല്ല, ഇപ്പോൾ ഈ പറയുന്നത് പോലെ രാജീവ് ചന്ദ്രശേഖറും ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് BJPയാണ്. അവിടുത്തെ കൗൺസിലർമാരടക്കമുള്ളവർ, ഏറ്റവും താഴെത്തട്ടിൽ BJPയുടെ പഞ്ചായത്ത് അംഗങ്ങൾ വരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന കൊമ്പാണ് മുറിക്കുന്നത്. CPM ഇങ്ങനെ ഉപ്പുവെച്ച കലം പോലെ ജീർണിക്കാൻ
50 വർഷം എടുത്തെങ്കിൽ നിങ്ങൾ 5 വർഷം പോലും എടുക്കില്ല എന്ന സത്യം തിരിച്ചറിയണം. CPM കാലങ്ങളായിട്ട് ഭരിച്ച് അതിന്റെ സംവിധാനം ഉണ്ടാക്കി. അതുപോലെയല്ല ബി ജെ പി ഭരണത്തിലെത്തിയിട്ടില്ല. BJPക്ക് അതല്ല BJPയുടെ സംഘടനാ സംവിധാനം. BJPക്ക് ഒരു ആദർശമുണ്ട്, BJPക്ക് ഒരു ആശയമുണ്ട്, BJPക്ക് ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. അതിനൊക്കെ ഘടകവിരുദ്ധമായി നീതിപൂർവമല്ലാതെ, സത്യസന്ധമല്ലാതെ, ധാർമ്മികമല്ലാതെ പ്രവർത്തിച്ചാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അത് BJP നേതാക്കൾ മനസ്സിലാക്കുക. അല്ലാതെ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി പണം കണ്ട് കണ്ണ് മഞ്ഞളിക്കുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ പ്രസ്ഥാനത്തെയും രക്ഷിക്കാൻ ആർക്കും കഴിയില്ല എന്ന് മാത്രമേ. പണത്തിന്റെ കണക്ക് വേറെ ഉണ്ട്, അത് പിന്നീട് ചർച്ച ചെയ്യാം. പലരും പണമൊക്കെ പുറത്തെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കുറച്ച് തെളിവുകൾ കൂടി കയ്യിൽ കിട്ടിയാൽ അതും പുറത്തു വിടുന്നതായിരിക്കും. പണത്തിന്റെ കണക്ക് പിന്നീട് പറയാം. എന്തായാലും നമുക്ക് BJP നേതൃത്വം ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ആ BJP നേതൃത്വത്തിൻ്റെ ഈ കാര്യത്തിലുള്ള നിലപാട് പുറത്തു വരട്ടെ. അതിനുശേഷം ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങളുമായിട്ട് വരാം.